നമസ്കാരം. ഞാൻ നിർമ്മല രാജു, ഫ്രീഡം സിസ്റ്റത്തിൻ്റെയും എംബോടെക് സൊല്യൂഷൻ്റെയും ക്രിയേറ്ററാണ്. നാം ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും സുവർണമായൊരു കാലഘട്ടത്തിലാണ്. ഈ സുവർണ കാലഘട്ടത്തിലും ടെക്നോളജിപരമായും എല്ലാ മേഖലകളിലും ഏറ്റവും വലിയ മുന്നേറ്റം നടക്കുന്ന ഈ വികസന കുതിപ്പിൽ ഭാരതം മുന്നേറുന്ന ഈ സമയത്ത് പോലും ലോകമെമ്പാടും വികസനത്തിൻ്റെ വലിയ കുതിച്ചാട്ടം നടത്തുന്ന ഈ സമയത്ത് പോലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്തെന്നറിയാതെ ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളൊന്നും അനുഭവം ചെയ്യാനാവാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അവസരങ്ങളുണ്ടായിട്ടും ഭൂരിപക്ഷം ജനങ്ങൾക്കും സാമ്പത്തിക ദുരിതത്തിൽ ആണ്ടുപോകാൻ കാരണം? കുട്ടിക്കാലം മുതൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്നിൽ ഉത്ഭവിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പല യാത്രകളിലും ഉണ്ടായ പല അനുഭവങ്ങളും കുട്ടിക്കാലം മുതൽ എൻ്റെ ഉള്ളിലുണ്ടായ ചില പ്രത്യേകതരം ആവർത്തിച്ചു വന്ന അനുഭവങ്ങളും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. അവയ്ക്കൊന്നും ശരിയായൊരു ഉത്തരം ഇവിടെ നിന്നും ലഭിച്ചില്ല. അപ്പോൾ എന്നിൽ പല ചിന്തകളും ഉരുത്തിരിഞ്ഞു വന്നൂടെ. അന്നത്തെ കാലഘട്ടത്തിൽ മറ്റാരും ചിന്തിക്കാത്ത കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കേണ്ടി വരികയും തെന്നിന്ത്യയിൽ എൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അച്ഛനോടൊത്ത് യാത്ര ചെയ്യാനുള്ള ഒരവസരവും അക്കാലത്ത് എനിക്ക് ലഭിച്ചിരുന്നു. ആ യാത്രാവേളകളിൽ ഉണ്ടായ പ്രത്യേകതരം പല അനുഭവങ്ങളും പല വ്യക്തികളുമായി, നമ്മൾ സാധാരണക്കാരെന്നും ഒക്കെ വിചാരിക്കുന്ന പല വ്യക്തികളിൽ നിന്നും, അല്ലെങ്കിൽ പല സിദ്ധറുകളും അതേപോലെ സന്യാസികളും ഒക്കെ ആയിട്ടൊക്കെ ഇടപെടുവാനുള്ള ഒരവസരം കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ഉണ്ടായി. ആ യാത്രകളിലും ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുമായി കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം അവരെന്നെ കാത്തിരുന്നത് പോലെ പല കാര്യങ്ങളും എന്നോട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഒട്ടനവധി ചോദ്യങ്ങളന്ന് ഉണ്ടായി വന്ന പല കാര്യങ്ങളുമാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത്. അത് എന്നിൽ കൂടുതൽ ജിജ്ഞാസയും ആകാംക്ഷയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും വന്നിരുന്നു. ഞാനന്ന് പലരോടും എൻ്റെ പല അനുഭവങ്ങളും സംസാരിച്ചെങ്കിലും അവർക്കതിൽ നിന്നും വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെയധികം കൊതിച്ചിരുന്നു. എനിക്കൊരു ആൻസർ വേണം. അതിന് ഞാൻ വളരെയധികം കിട്ടാവുന്നിടത്തു നിന്നൊക്കെ പുസ്തകങ്ങളുമൊക്കെ വായിച്ചും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വായിച്ചു കേട്ടുമൊക്കെ ഞാൻ പല രീതിയിൽ അതിനുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതൊക്കെ പിന്നീടാണ് എനിക്കതിൻ്റെ എല്ലാ ഒരു വ്യക്തമായ കാരണങ്ങളും കാര്യങ്ങളുമൊക്കെ കണക്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോഴാണ് ഈ സാമ്പത്തിക അരാജകത്വത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയായി വലിയ പർവ്വതം പോലെ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്ന് നിൽക്കുന്നത് കാര്യവും കാരണവുമെല്ലാം വിവരിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എൻ്റെ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായൊരു കാലഘട്ടമുണ്ടായി. ആ കാലഘട്ടത്തിൽ പല സംരംഭങ്ങളും ചെയ്തു. ജോലിയുടെ താല്പര്യമില്ലായിരുന്നുകൊണ്ട് ജോലിക്കും മറ്റ് ടെസ്റ്റുകളൊന്നും എഴുതിയിരുന്നില്ല. ഞാൻ ആ കാലത്ത് ഒത്തിരി സംരംഭങ്ങൾ ചെയ്തു. പലതും വിജയകരമായിരുന്നു. എന്നാൽ പല ഘട്ടങ്ങളിലും അത്
ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പല പല മേഖലകളിലേക്ക് കടന്നു, പല പല ബിസിനസ്സുകൾ ചെയ്തു, പല രീതിയിൽ ഓരോരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ 2018 എനിക്കൊരു മെൻറ്ററെ കിട്ടുന്നത്. അദ്ദേഹമാണ് ശരിയായ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും സമ്പത്തുണ്ടാക്കുന്നതിൻ്റെ ആവശ്യകതയും അത് സമ്പത്ത് നമ്മളിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ ബ്ലോക്കുകളും നമ്മുടെ മൈൻഡ് സെറ്റിനെക്കുറിച്ചും മനഃശക്തിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് നാം തന്നെയാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യവും നമ്മളിൽ തന്നെയാണുള്ളതെന്നും അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ സാധിക്കുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ എനിക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ദീർഘമായ യാത്രയിലൂടെ, പഠന യാത്രയിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അത് ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയുടെയും ഒട്ടനവധി സംരംഭങ്ങൾ വേണ്ട പദ്ധതികൾ തയ്യാറാക്കുകയും എന്നാലിത് പഠിച്ച് വന്നപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന പോലുള്ള ധൈര്യങ്ങളൊക്കെ അങ്ങ് പോയി. ഒന്നിലേക്ക് അങ്ങ് എടുത്തു ചാടാനുള്ള പഴയ ആവേശം ഇല്ലാതെയായി. കൂടുതൽ കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിയണം, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്തണം. അപ്പം അങ്ങനെ ഓരോന്നും പഠിച്ചുകൊണ്ടിരുന്നു. പല മെൻറ്റർമാരിൽ നിന്നും കിട്ടാവുന്ന അപ്പോൾ യൂട്യൂബും ഫോണുമൊക്കെ വളരെയധികം പോപ്പുലറായി. ആ സമയത്ത് എൻ്റെ ഒരു സമയം പോലും പാഴാക്കാതെ ഞാനിത് എല്ലാം പഠിച്ചു തുടങ്ങി. കിട്ടാവുന്നിടത്തുനിന്നൊക്കെ പഠിച്ചു. അറിയാൻ മേലാത്ത ഭാഷകളിലൂടെ പോലും ആശയങ്ങൾ കൺവിൻസ് ആകുന്ന ഏത് കാര്യവും ഞാൻ പഠിക്കാൻ തുടങ്ങി. അത് വലിയൊരു മുന്നേറ്റത്തിനുള്ള കുതിപ്പായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളുമായിട്ട് വീണ്ടും കണക്റ്റായി. എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്? ഈ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? അവരുടെ സ്വാധീനം എന്താണ്? ഇതെല്ലാം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യവും കാരണവും എല്ലാം മനസ്സിലാക്കാനും സാധിച്ചു. പിന്നീട് ഒരു സ്പിരിച്വൽ യാത്രയായിരുന്നു. അതിലൂടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വന്നു തുടങ്ങി. മനസ്സിന് ഒരു ശാന്തത വന്നു തുടങ്ങി. ജീവിതത്തിന് അർത്ഥപൂർണമായി തുടങ്ങി. ജീവിതം നാം സൃഷ്ടിക്കേണ്ടതാണെന്നുള്ളത് ബോധം വന്നു. നാം നമ്മുടെ ജീവിതം മാത്രമല്ല, വഴിതെറ്റി കിടക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ദിശ അറിയാതെ, ലൈഫ് പർപ്പസെന്നോ സോൾ പർപ്പസോ ഒന്നും അറിയാതെ ജീവിതം തള്ളി നീക്കുന്ന ഒട്ടനവധി ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിലൊരു ദിശാബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നുകൊണ്ട് ധാരാളം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അച്ചടക്കത്തോടുകൂടി പഠിക്കുവാനും അതിൽ ഒരു വ്യക്തത വരുത്തിയെടുക്കാനും എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ പല സംരംഭങ്ങളും അടിസ്ഥാനപരമായി ഓരോ കാര്യങ്ങളും മുന്നൊരുക്കങ്ങളോടുകൂടി എനിക്ക് ചെയ്യുവാനും അത് വിജയത്തിൻ്റെ പാതയിലെത്തുമ്പോൾ നമ്മുടെ എത്തിക്സുമായിട്ട് യോജിക്കാതെ വരുമ്പോൾ അവിടെ വെച്ചത് ഉപേക്ഷിക്കണം. അങ്ങനെ ഒരിക്കലെൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞു, ഇനി ഒരു സംരംഭം ചെയ്യുമ്പോൾ അതിന് ശരിയായ ഒരു ക്ലാരിറ്റി വരികയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു സമയം വരുമ്പോൾ തുടങ്ങിയാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ചോദിച്ചാൽ എനിക്ക് മറുപടി ലഭിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്
പലപ്പോഴും ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. പക്ഷേ പിന്നീട് സ്വപ്നത്തിൽ പോലും കാണാത്ത പല വഴികളിലൂടെ എനിക്ക് മുന്നേറുവാനും ഒട്ടനവധി കാര്യങ്ങളെ മനസ്സിലാക്കുവാനും പുതിയ ടെക്നോളജികളായി അതിനെ വികസിപ്പിച്ചെടുക്കുവാനും ഇന്ന് എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുവാനും അതിന് സൊല്യൂഷൻ കണ്ടെത്തുവാനും അതിലെല്ലാം എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. ഏകദേശം 10ഓളം ടെക്നോളജികൾ, പുത്തൻ ആശയങ്ങൾ, പുത്തൻ സംവിധാനങ്ങൾ എല്ലാം വികസിപ്പിച്ചു. അപ്പോൾ അത് സംരംഭമായി ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഒട്ടനവധി ചോദ്യങ്ങൾ ഉണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോകാം, ടെക്നോളജികളെല്ലാം അതിന് വേണ്ടി എങ്ങനെയെല്ലാം നിർമ്മിക്കാം, അതിന് പല പരിചയസമ്പന്നരുമായി ചർച്ചകൾ ചെയ്തും പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെങ്കിലും അതൊന്നും എനിക്കത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കുറേ കാലം നീണ്ടുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഡിജിറ്റൽ മേഖലയെക്കുറിച്ചും അതിൻ്റെ സാധ്യതയെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോഴേക്ക് ഞാനൊരു മെൻറ്റർക്ക് 5 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് അടച്ചു. അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിലൂടെ വളരെ ഫാസ്റ്റായിട്ട് മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് ഈ ഡിജിറ്റൽ മേഖലയിലൂടെ എങ്ങനെ എൻ്റെ ആശയങ്ങൾ വളർത്താം എന്നുള്ള ചോദ്യങ്ങൾ അതിന് ഉത്തരം കിട്ടിത്തുടങ്ങി. അതെല്ലാം ചെയ്യാനുള്ള പല കാര്യങ്ങളും ഞാൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് നിർമ്മലം ഡിജിറ്റൽ ഫ്രീഡം ലൈഫ് സിസ്റ്റം എന്നൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയും അതിലൂടെ ഈ ജനങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനുമുള്ള സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ ഭൂമിക്കായിക്കൊണ്ടിരിക്കുന്ന ഓരോ സാധ്യതകളും ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും നല്ലൊരു കാര്യം ഒരു കോഴ്സ് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആർജിച്ച അറിവും അനുഭവങ്ങളും എല്ലാം മറ്റുള്ളവരായി പങ്കുവയ്ക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ അതിന് നല്ല ഫീസും വാങ്ങാനുള്ള സാധ്യത ഈ മേഖലയിലുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ എൻ്റെ ചിന്തകൾ മുഴുവൻ മേഖലയിലേക്ക് തിരിച്ചു. അങ്ങനെ ഞാൻ എംപവർടെക് സൊല്യൂഷൻ എന്നുള്ളൊരു കോഴ്സ് ഡെവലപ്പ് ചെയ്തു. അത് എൻ്റെ മെൻറ്ററിൻ്റെ പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ അതിനെ ആ ഒരു സക്സസ്ഫുൾ മോഡലിലേക്ക് കൊണ്ടുവരികയും ആ ഒരു സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി ഓട്ടോമേഷൻ സിസ്റ്റത്തിലൂടെ അതിനെ വളരെയധികം എഫോർട്ട്ലെസ്സായിട്ട് ഏറ്റവും ലളിതമായി നമുക്ക് ആജീവനാന്തം അല്ലെങ്കിൽ ദീർഘകാലം റണ്ണേക്കാൻ പറ്റുന്ന ഒരു സംരംഭമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് ബിൽഡ് ചെയ്യുന്നത്. അതിലൂടെ സാമ്പത്തിക ശാക്തീകരണത്തിലുള്ള ഒരു പാക്കേജ് കൂടി തയ്യാറാക്കി. ഒപ്പം ഞാൻ ഈ സമൂഹത്തിൽ നിന്നും കണ്ട ഒട്ടനവധി കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷ്യവസ്തുക്കളിലെ മായം. നാം ഇന്ന് ആരോഗ്യമേഖലയിൽ വളരെയധികം മുന്നേറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആയുസ് ദൈർഘ്യം പോലും വളരെയധികം കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും
നാം കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വളരെ ചെറിയ അളവിൽ മാരകമായ പല മായങ്ങളും കലർന്നിട്ടുള്ളതാണെന്നും ശുദ്ധമായ ആഹാര സാധനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് നിർമ്മലം, മാലിന്യമില്ലാത്ത എന്നർത്ഥം വരുന്ന നിർമ്മലം എന്നൊരു ബ്രാൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിലൂടെ ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഞാൻ അതിൽ ഒരുക്കിയിരുന്നു. ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ജനങ്ങളെ ആകെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ജനങ്ങളുടേതായ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനും വേണ്ടി നിർമ്മലം സമൃദ്ധ എന്നൊരു പാക്കേജ് ഞാൻ വികസിപ്പിച്ചെടുത്തു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന വലിയ ഒരാശയമാണ്. ഈ ആശയം ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നോരോന്നും കോർത്തിണക്കി കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ കോഴ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ കോഴ്സ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ നമ്മുടെ ജീവിത കാലഘട്ടത്തിലൂടെ നാം ആർജിച്ച ശരിയും തെറ്റുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ നാം തെറ്റായി പല ധാരണകളും ചിന്തകളും നാം ശേഖരിച്ചു വച്ചിട്ടുള്ളതിനാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ റെസിസ്റ്റൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പ്രയാണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. അപ്പോൾ നിർമ്മലം എന്നുള്ളൊരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മുടെ ഉള്ളിലുള്ള അടിസ്ഥാനപരമായ എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ പല കാര്യങ്ങളും പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ തെറ്റായി പതിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എടുത്തു മാറ്റി നമുക്ക് തന്നെ തടസ്സമായി തീരുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാവതലങ്ങളെ അഴിച്ചു കളഞ്ഞ് അത് പൂർണ്ണമായും മായ്ച്ച് അവിടെ പുതിയ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യമായ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും അവിടെ പുനർക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളായിട്ടുള്ള ന്യൂറോണുകളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ ന്യൂറോ പാത്ത് നമുക്കാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി നിരന്തരം പുനർക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വലിയൊരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സംവിധാനങ്ങളിലൂടെ സാധിക്കും എന്നെനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി നമ്മുടെ തലച്ചോറിലെ കോശങ്ങളിലേക്ക് ന്യൂറോട്ടിക്കൽ തലത്തിൽ ചില റീപ്രോഗ്രാമുകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സാധ്യതകളെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ ഓരോ സാധാരണക്കാരനും സാധിക്കത്തക്ക വിധത്തിൽ വളരെ അനായാസമായിട്ട് ഉള്ള ഒരു കോഴ്സ് അടിസ്ഥാന തലങ്ങളിൽ ഞാൻ സൃഷ്ടിച്ചു. അത് സാധാരണ ഏത് വ്യക്തിയായാലും, വിദ്യാഭ്യാസമുള്ളതോ ഇല്ലാത്തതോ ആര് തന്നെ ആയാലും
അവർക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാനും അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു ചേരുവാനും സാധിക്കത്തക്ക വിധത്തിൽ ഞാൻ ഒരു 3 തരത്തിലുള്ള കോഴ്സുകളായി ഇതിനെ തിരിക്കുകയും അടിസ്ഥാന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ലെവൽ 1 കോഴ്സ്, അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും മൈൻഡിനെ ശരിയായ തലത്തിലേക്ക് സെറ്റ് ചെയ്യുവാനും അതിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് നമ്മുടെ വിജയത്തിൻ്റെ പാറ്റേണുകൾ രചിച്ചുകൊണ്ട് ഉള്ളൊരു കോഴ്സാണ് അത്. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ചെയ്യത്തക്ക ഒരു 3 ഡേ ജേണി എംബോർടെക് സൊല്യൂഷൻ്റെ ഒരു കോഴ്സാണ് മില്യനെയർ ജേണി. ഒട്ടനവധി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു കോഴ്സാണ് മില്യനെയർ ജേണി. സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. സാമ്പത്തിക ശാക്തീകരണം നടത്തണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹെൽത്ത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ വെൽത്ത് ശരിയായ രീതിയിൽ ഒരു വെൽത്ത് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഇവിടെ കൊണ്ടുവരണം. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിൽ ശരിയായ പരിവർത്തനങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള ചിന്തകൾ വരികയുള്ളൂ. ആരോഗ്യമുള്ള ചിന്തകളെ ആരോഗ്യമുള്ളൊരു ശരീരത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള ശരീരത്തിന് ശരിയായ ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ L1 കോഴ്സ് നമ്മുടെ 3 മൊഡ്യൂളുകളായിട്ട് 3 ദിവസത്തെ ഒരു കോഴ്സാണ്. 3 ഡേ ജേണി എന്നാണ് ഇത് പറയുന്നത്. 3 ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ അടിസ്ഥാനങ്ങളും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള ബിലീഫ് സിസ്റ്റങ്ങളെ, വന്നുപോയിട്ടുള്ള ധാരണകളെ, ചിന്താഗതികളെ, തോട്ട് പാറ്റേണുകളെല്ലാം മാറ്റി നമുക്ക് വേണ്ട പുതിയ ചിന്താരീതികളെ അവിടെ സൃഷ്ടിക്കുകയും പുതിയൊരു തോട്ട് പാറ്റേൺ രചിക്കുകയും ചെയ്യും. അതിലൂടെ അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗോൾ സെറ്റിംഗ് നമ്മളവിടെ ചെയ്യും. ആ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കും. ആ ഗോൾ സെറ്റിങ്ങിൻ്റെ പ്രാധാന്യവും അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ അനായാസമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുവാനും ഈ കോഴ്സിലൂടെ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അനായാസമായിട്ട് ഉള്ളൊരു ലളിതമായ പഠന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുക, അതിൻ്റെ ആ മനസ്സിൽ മാറ്റിമറിച്ച മനസ്സിലേക്ക് നമുക്കാവശ്യമുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം പകരുക. ഈ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഫസ്റ്റ് ലെവലിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ മൊഡ്യൂളുകളും നമ്മൾ 3 മൊഡ്യൂളുകൾ വെച്ച് അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം നമുക്ക് മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് സെറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് അവർ മൈൻഡ് സെറ്റ്, അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാനുള്ളൊരു കോഴ്സ്. അതൊരു 3 മൊഡ്യൂളുകളായി അതിനെ കൈകാര്യം ചെയ്യുന്നു.
അപ്പം ഐഡൻറ്റിഫൈ അവർ ലിമിറ്റിംഗ് ബിലീഫ്സ്, നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന, നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന എന്തെല്ലാം ലിമിറ്റിംഗ് ബിലീഫ്സാണ് നമ്മളിൽ ഉണ്ടായിട്ടുള്ളത്, അതെല്ലാം നമ്മൾ കണ്ടെത്തും. അതെല്ലാം ചിക്കിച്ച് കഴിഞ്ഞ് പുറത്തെടുത്ത് അതെല്ലാം അവിടെ നിന്ന് മാറ്റി നമുക്ക് ലിമിറ്റുകളൊന്നുമില്ലാതെ, മനുഷ്യനെന്ന് പറയുന്ന അനന്തമായൊരു സാധ്യതയാണ്. നമ്മുടെ സാധ്യതകളെ നമുക്ക് അനശ്വതം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള പുതിയ മേഖലകളാണെന്നും അതിലൂടെ ഒരു ലിമിറ്റില്ലാതെ വളരുവാനുള്ള അവസരം, സാധ്യത ഉണ്ടെന്നും അതിന് ഏറ്റവും സുവർണമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഉള്ളൊരു ബോധം നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ലിമിറ്റുകളും പൊട്ടിച്ച് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള അനന്തമായ വളർച്ചയുടെ ഒരു സാധ്യത ഒരുക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്നു. ലിമിറ്റുകളില്ലാത്ത അനന്തമായ ഒരു തലത്തിൽ നമുക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുനർക്രമീകരിക്കുകയാണ്. അവ നേടിയെടുക്കാനുള്ള ഓരോരോ വഴികളും ഓരോരോ സംവിധാനങ്ങളും നാം ഒരുക്കി, നാം നേടേണ്ട കൃത്യമായ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ട് ആ വഴികളിലൂടെ കൃത്യമായ നിർദ്ദേശങ്ങളും പഠനങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായി ആ സമയബന്ധിതമായി നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ ഓരോ വ്യക്തികളെയും പ്രാപ്തമാക്കുന്ന ഒരു കോഴ്സാണ് ഞാനിവിടെ വിഭാവന ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കോഴ്സിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ഉള്ളിൽ തന്നെ അത് നമ്മളിലേക്ക് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ സദാ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടുവരത്തക്ക വിധത്തിൽ നമുക്ക് വലിയ മാറ്റം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള ആ മൈൻഡ് സെറ്റിൻ്റെ പ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ആ ബോധതലം നമുക്ക് എപ്പോഴും ഹോൾഡ് ചെയ്ത് നിർത്തുവാനും നാം വിജയിച്ച വ്യക്തിയായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാവതലങ്ങളെ, ഭാവനാ ബോധത്തെ ഉണർത്തിക്കൊണ്ട് സൃഷ്ടാവിൻ്റെ സൃഷ്ടിപരമായ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച അതേ സംവിധാനം തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ ഭാവന എന്ന് പറയുന്ന അത്ഭുതമായ ആ ശക്തിവിശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കുവാനും അത് നമ്മുടെ പുരോഗതിക്കും മുന്നേറ്റത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിനും വേണ്ടി എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താമെന്ന് പഠിപ്പിക്കുകയും അത് കൃത്യമായ രീതിയിൽ നാം രൂപപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കും. അങ്ങനെ ഓരോ കോഴ്സിനും 3 മൊഡ്യൂളുകൾ വെച്ച് 9 മൊഡ്യൂളുകളുമായിട്ട് നമ്മുടെ 3 ഡേ ജേണി അവസാനിക്കും. 3 ഡേ ജേണി അവസാനിക്കുമ്പോൾ കേവലം 499 രൂപയ്ക്ക് നമ്മൾ നൽകുന്ന ഈ കോഴ്സ് ലക്ഷക്കണക്കിന് രൂപയുടെ വാല്യൂ നിങ്ങൾക്ക് ആ കോഴ്സിലൂടെ ലഭിക്കും. ഒപ്പം കോഴ്സ് സക്സസ്ഫുള്ളായി അസമയബന്ധിതമായി പൂർത്തിയാക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ മുടക്കുന്ന തുകയ്ക്ക്, നിങ്ങൾ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ തുകയ്ക്ക് തുല്യമായ ഒരു പാക്കേജ്, ഗുണനിലവാരമുള്ള പ്രീമിയം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഇതെൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ്റെ ഒരു ഭാഗമാണിത്. 2, നാം ഇന്നുവരെ ഉപയോഗിക്കാത്ത ഒരു പ്രീമിയം ലെവലുള്ള, അൾട്രാ പ്രീമിയം ലെവലുള്ള ഒരു ഉൽപ്പന്നം നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി വരും.
ഇത്രയും കൂടിയ സാധനങ്ങൾ, ഇത്രയും വില കൂടിയ, ഇത്രയും ക്വാളിറ്റിയുള്ള, ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും അത് ഭക്ഷ്യവസ്തുക്കളാകുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളുമൊക്കെ പരിവർത്തനം ചെയ്തു തുടങ്ങും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും പ്രീമിയം ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നു വരുവാൻ ഉള്ളൊരവസരം കൂടി ഞാനിവിടെ സൃഷ്ടിക്കുകയാണ്. പ്രീമിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പുരോഗതിയുടെ ഒരു വഴിത്താരയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ വളരെയധികം തടസ്സങ്ങളുണ്ടാകും. അത് നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്ന ഭാവങ്ങളായി ആ ഉൽപ്പന്നങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ പ്രീമിയം ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് കൂടി ലഭ്യമാക്കുന്ന വിധത്തിലാണ് ഞാനെൻ്റെ കോഴ്സുകളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഏറ്റവും പ്രീമിയം, ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അതിൻ്റെ തനിമയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കത്തക്ക വിധത്തിലൊരു ഗ്ലോബൽ ബ്രാൻഡ് കൂടി ബിൽഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. അതിനേറ്റവും അനുയോജ്യമായിട്ടുള്ള, മാലിന്യമില്ലാത്ത എന്നർത്ഥം വരുന്ന നിർമ്മലം എന്നുള്ളൊരു ബ്രാൻഡും കൂടി ഞാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോഗോയും കാര്യങ്ങളും എല്ലാം ഞാൻ രജിസ്ട്രേഷനുമൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സംവിധാനങ്ങളും പാക്കേജുകളും ജനങ്ങളിൽ നമ്മളിലേക്ക് വരുന്ന ഓരോ ക്ലയൻറ്റുകൾക്കും വലിയ നിലയിലുള്ള കോൺഫിഡൻസ് നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ ശരിയായൊരു ദിശാബോധത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ലെവൽ 1 കോഴ്സിലൂടെ ഞാൻ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സമ്പത്ത് വികസിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അടിസ്ഥാന ശില പാകുകയാണ്. ഒപ്പം പ്രാക്ടിക്കലായിട്ട് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള എൻ്റേതായ കോൺട്രിബ്യൂഷൻ ഞാനിവിടെ നൽകുകയാണ്. എൻ്റെ വാല്യൂ ക്രിയേഷൻ സ്കിൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ വളരെ വേഗത്തിലുള്ള മുന്നേറ്റത്തിനുള്ള വഴിയൊരുക്കുകയാണ്. ഈ L1 കോഴ്സിലൂടെ നമ്മുടെ ഹെൽത്തിനെ ശരിയായി പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനവധി പഠനങ്ങൾ നടത്തി എൻ്റെ 10-21 വർഷത്തെ മെഡിക്കൽ മേഖലയിലുള്ള സേവനത്തിലൂടെ ആയുർവേദ സിദ്ധ രംഗത്ത് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ നടത്തിയിട്ടുള്ള ചികിത്സയുടെയും പരിചയങ്ങളുടെയും ഒട്ടനവധി വൈദ്യന്മാരും ഡോക്ടർമാരുമൊക്കെയുള്ള സംസർഗത്തിലൂടെയും സിദ്ധ മേഖലയിൽ നടത്തിയ ഒട്ടനവധി പഠനങ്ങളിലൂടെയൊക്കെ ഞാൻ ആർജിച്ചിട്ടുള്ള കാര്യങ്ങളും ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം രൂപീകരിച്ചെടുക്കുവാനും ഒപ്പം നമ്മുടെ മനസ്സിൻ്റെ രുചി നുകരുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അതിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാ രുചികളും നാം അനുഭവിക്കാത്ത എല്ലാ രുചികളും നാം അനുഭവം ചെയ്യുവാനും അതെല്ലാം ആസ്വദിക്കുവാനും നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതെല്ലാം നാം ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാവർക്കും ഞാൻ സൗജന്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു പാക്കേജ് കൂടി ഒരുക്കിയിരിക്കുന്നു. അത് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തീർച്ചയായിട്ടും ഫലങ്ങൾ ഉണ്ടാകും. അത് കൊണ്ട് തന്നെ ആദ്യം നാം ലാഭവും മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം വിശ്വാസവും സ്നേഹവും സൗഹൃദവും പങ്കുവച്ച് വളരുന്ന
വലിയൊരു ജനകീയ കൂട്ടായ്മയായി സൃഷ്ടിച്ചെടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിജിറ്റൽ ഫ്രീഡം സിസ്റ്റത്തിലൂടെ അതിൻ്റെ നട്ടെല്ലായിട്ടുള്ള എംപവർടെക് സൊല്യൂഷൻ എന്നുള്ള ഈ കോഴ്സിലൂടെ ജനങ്ങളെ ആകെ വലിയ പരിവർത്തനം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലും അതിനുവേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കണ്ടെത്തലുകളും അതെല്ലാം ജനങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് എൻ്റെ അടുത്ത L2 കോഴ്സിലേക്ക് കടക്കുമ്പോൾ അവിടെ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. എങ്ങനെയാണ് നമുക്ക് സമ്പത്തിനെ സൃഷ്ടിക്കാൻ സാധിക്കുക? നമ്മളിലേക്ക് വരുന്ന സമ്പത്തിനെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും? എങ്ങനെ അതിനെ വളർത്താൻ സാധിക്കും? എങ്ങനെ അതിനെ തലമുറകളിലേക്ക് പകരാൻ സാധിക്കും? നമുക്ക് എന്നും നിലയ്ക്കാത്ത സമ്പത്തിൻ്റെ അനശ്വതമായൊരു പ്രവാഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നാം എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മുതൽ നമ്മുടെ എല്ലാ തലങ്ങളിലും അതിനെ ഒരു സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ച് നേടിയെടുക്കാൻ സാധിക്കുക? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായ രീതിയിലുള്ള പഠനങ്ങളാണ്. 12 മൊഡ്യൂളുകളായിട്ടാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ ഓരോ മൊഡ്യൂളുകളും പൂർത്തിയാക്കുന്നതോടൊപ്പം നമ്മൾ ആ ഒരു തലത്തിലേക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു വരുന്ന ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം കൂടി, പാക്കേജിങ്, പലതരത്തിലുള്ള പാക്കേജിങ്ങുകളായിട്ട് നമ്മളത് കൊടുക്കുകയാണ്. ഒപ്പം അതിലെ ഓരോ തലങ്ങളിലും അതിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹാർട്ട് ടച്ചായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും അവർ ഓട്ടോമാറ്റിക്കലി അടുത്ത ലെവലുകളിലേക്ക് പഠിക്കുകയും മുന്നേറുകയും ആജീവനാന്തം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പരസ്പരം സഹകരിച്ച് സപ്പോർട്ട് ചെയ്തും വളരുന്ന ഒരു എക്കോസിസ്റ്റമാക്കി ഇതിനെ വളർത്തിയെടുക്കുവാനും അത് സമൂഹത്തിന് വലിയൊരു മാതൃകയായി തീരുവാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ ഒട്ടനവധി ജനങ്ങളെ വികസനത്തിൻ്റെ പന്താവിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിനും ഒട്ടനവധി സംഭാവനകൾ ചെയ്യുവാനും ഓരോ വ്യക്തികളെയും പ്രാപ്തമാക്കുന്ന ഒരു വിപുലമായ കോഴ്സാണ്. L2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ, സാമ്പത്തിക കെട്ടുറപ്പിൻ്റെ വലിയൊരു കോട്ട നിർമ്മിച്ചിരിക്കും. അത് അവർക്ക് ജീവിതത്തിലെ ശരിയായ ഒരു ദിശാബോധം നൽകുകയും സമൂഹത്തിൽ നേതൃത്വപരമായ തലങ്ങളിലേക്ക് ഉയർന്നു വരുവാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ വളർന്നു വരുന്ന ഓരോ വ്യക്തികളും സമൂഹത്തിന് വലിയ സംഭാവന നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ ശരിയായ വികസനത്തിനും മുന്നേറ്റത്തിനും കളമൊരുക്കുന്ന വലിയ സ്വാധീന ശക്തികളായി മാറാൻ ഈ കോഴ്സ് ഓരോ വ്യക്തികൾക്കും വളരെയധികം ഗുണകരമാകും. ഇതിനെ ശരിയായി പ്രയോജനപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ ശരിയായി ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരുടെയും സപ്പോർട്ടും അവരുടെ സഹകരണവും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ പരിപാടികളിലൂടെ ലഭ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ടെക്നോളജികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പുത്തനാശയത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്യൂട്ടി, ശരിയായൊരു സൗന്ദര്യം തുടങ്ങുന്നത് അതിൻ്റെ L3 കോഴ്സിലാണ്. ലെവൽ 3 കോഴ്സിലേക്ക് വരുമ്പോൾ കളിയാകെ മാറും. അവിടെ പലതരത്തിലുള്ള ഒരു പങ്കുവയ്ക്കലിൻ്റെ, ഇന്നുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത
ഒരു മൗന വിപ്ലവത്തിൻ്റെ ഒരു പുരോഗമനമായിരിക്കും അവിടെ സംഭവിക്കുക. ഈ കമ്മ്യൂണിറ്റിയിലൂടെ വികസിച്ചു വരുന്ന ഓരോ വ്യക്തിത്വങ്ങളും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒട്ടനവധി കഴിവുകളും ജന്മസിദ്ധികളും ഭാവനകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന പുത്തൻ സംരംഭങ്ങളെ പടുത്തുയർത്തുകയും ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ അവർക്കിന്നുവരെ കണ്ടെത്തുവാനോ എക്സ്പ്ലോർ ചെയ്യാനോ സാധിക്കാത്ത ആ മഹത്തായ ശക്തിയെ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് ഈ ലോകത്തിൻ്റെ വലിയ പരിവർത്തനം സൃഷ്ടിക്കുവാൻ കഴിയുന്ന വലിയ സംരംഭക ശക്തികളായി അവരെ വാർത്തെടുക്കുന്ന ഒരു കോഴ്സാണ് L3-യിലൂടെ നമുക്ക് ലഭിക്കുന്നത്. L3 കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോ ക്ലയൻറ്റും അതുവരെയും ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് അവരുടെ ചിന്തകളും അവരുടെ ആക്ഷനുകളും മറ്റൊരു ലക്ഷ്യത്തിലേക്കായി ഫോക്കസ് ചെയ്യുന്നു. അത് അവൻ്റെ പാഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ പാഷനെ ഒരു മണി മേക്കിംഗ് മോഡലാക്കി മാറ്റിക്കൊണ്ട് അവനെന്നും സന്തോഷം പകരുന്ന, എന്നും ഉത്സാഹം പകരുന്ന ഒരു മേഖലയിൽ അവൻ്റെ ഒരു സ്വപ്ന സംരംഭം ഉയർത്തുകയാണ്. ഇത് ഒരു വ്യക്തിയെന്നല്ല, 1000 വ്യക്തിയല്ല, ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ഈ പ്രവർത്തനം ഏകീകരിക്കുമ്പോൾ അവിടെ എൻ്റെ ഒരു പ്രത്യേകമായി ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള എൻ്റെ വാല്യൂ ക്രിയേഷൻ സ്കില്ലിൻ്റെ ഒരു പ്രത്യേക സാങ്കേതികത്വം MRT മണി റൊട്ടേഷൻ ടെക്നോളജി എന്നൊരു സാങ്കേതിക സംവിധാനം അത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അത് L3 കോഴ്സിലാണ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത്. കാരണം അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അത് വലിയ പരിവർത്തനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കളമാണ്. അവിടെ പിന്നോട്ട് ഉള്ള ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുന്നതിനും ഓരോ വ്യക്തികളെയും മുന്നോട്ട് കടത്തിവിടുന്നതിനുമുള്ള പരസ്പര കൂട്ടായ്മയുടേതായ ഒരു എക്കോസിസ്റ്റമാണ് അവിടെ വികസിക്കുന്നത്. ഇതിൻ്റെ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഫ്ലൈവീൽ സിസ്റ്റം അവിടെ ഉരുത്തിരിഞ്ഞു വരികയും ഈ ഓരോ കഴിവുകളും അതിൻ്റെ അനന്തമായ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കുന്ന സൗന്ദര്യം അത് അലകളായി ഒഴുകാൻ തുടങ്ങും. സമ്പത്ത് ആർക്കും ഒരു പ്രശ്നമല്ലാതെയും സമ്പത്തിന് അപ്പുറത്തേക്കുള്ള വാല്യൂ എന്താണെന്ന് ആൾക്കാർ ചിന്തിക്കും. അവരുടേതായ വാല്യൂ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ലോകം അതിമനോഹരമായി തീരും. യുദ്ധങ്ങളും കലാപങ്ങളുടെയും കാലമല്ല ഇനി മനുഷ്യൻ്റെ ആനന്ദ ജീവിതത്തിൻ്റെ, മനുഷ്യൻ്റെ അനന്തമായ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുകയും അവൻ്റെ ലൈഫ് പർപ്പസുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള സംരംഭങ്ങളിൽ ഓരോ വ്യക്തികളും വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന കാലമാണ്. ഇവിടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിൻ്റെ പുതിയ മേഖലകൾ താണ്ടുകയാണ്. ഇവിടെ നമ്മുടെ പഴയ ഓർമ്മകൾ പോലും അപ്രസക്തമാകുന്നു. പുതിയ വരേണ്ട കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഓർമ്മകളെ നമ്മുടെ മുന്നിൽ, നമ്മുടെ തലച്ചോറിന് മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഓരോ വ്യക്തികളെയും സമൂഹത്തിൻ്റെ ഓരോ പ്രതിബിംബങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിനും ലോകത്തിനും അനിവാര്യമായിട്ടുള്ള ഓരോന്നോരോന്നായി പ്രവർത്തിച്ചു വരുവാൻ ഞാൻ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് എൻ്റെ കുട്ടിക്കാലം മുതലുണ്ടായ എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരം പകരാൻ എനിക്ക് സാധിക്കുകയാണ്. നമ്മൾ ഓരോ വ്യക്തികളും അനന്തമായൊരു സാധ്യതയാണ്. ഈ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത്
ഇങ്ങനെയുള്ള ഈ സുവർണ കാലഘട്ടത്തിൽ വന്ന് ജനിക്കുവാനും അതിനെ എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും അതൊരു നിയോഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാകാം എൻ്റെ വളരെ മാസ്റ്റർ പീസായിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ദീർഘകാലം ഇതിനുവേണ്ടി എനിക്ക് പ്രയാണം ചെയ്യേണ്ടി വന്നു. ദീർഘകാലത്തെ പഠനങ്ങൾ നടത്തേണ്ടി വന്നു. ഒട്ടനവധി യാത്രകൾ ചെയ്യേണ്ടി വന്നു. പലതും സഹിക്കേണ്ടി വന്നു. ദാരിദ്ര്യത്തിൻ്റെ എല്ലാ തലങ്ങളും ഞാൻ അനുഭവം ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക സമ്മർദ്ദങ്ങളെ എല്ലാം ഞാൻ അതിജീവിച്ചിട്ടുണ്ട്. എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളെയും ഞാനിങ്ങനെ മൗനമായി അതിനെ അടക്കി അതിനെ കടന്നു പോകാൻ എനിക്ക് സാധിച്ചു. എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ പ്രസക്തിയും അപ്രസക്തിയും ഞാൻ വളരെയധികം ബോധത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ മുന്നേറ്റം നടത്തുന്നതിന് ഒരു കാര്യമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്കിത് ലഭിച്ചതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അതിൻ്റെ ആ ശരിയായ ലക്ഷ്യത്തിലെത്തിക്കുന്നതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നമ്മുടെ ആ ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. അത് ചെയ്യുവാൻ നാം നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സാക്ഷാത്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ അവസരം പൂർണ്ണമായും വിനിയോഗിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമുക്കിന്നുവരെയും ലഭിക്കാത്ത, നമ്മുടെ പൂർവ്വന്മാർക്ക് ഇന്നുവരെയും ലഭിക്കാത്ത എല്ലാ അവസരങ്ങളും ആനുകൂല സാഹചര്യങ്ങളും എല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ, നമ്മുടെ വിരൽത്തുമ്പുകളിൽ, കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് നമുക്ക് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തിയെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വലിയൊരു പരിവർത്തനത്തിലേക്ക് ഉള്ളൊരു കുതിച്ചുചാട്ടം നടത്തുവാൻ ഈ അവസരം നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ L3 കോഴ്സ് വിഭാവന ചെയ്യുമ്പോൾ ഒട്ടനവധി ആശയങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ആശയങ്ങളെയെല്ലാം കരുപ്പിടിപ്പിച്ച് അത് പണമാക്കി മാറ്റി ആ പണത്തെ ഭാവിയുടെ വലിയ സുഖാനുഭവങ്ങളിലേക്ക്, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിയായൊരു മുന്നേറ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനും സമൂഹത്തിന്, വരും തലമുറകൾക്കും ഈ ഭൂമിയും അതിലെ പ്രകൃതി വിഭവങ്ങളും പങ്കുവയ്ക്കുവാനും അതിനെ, ഈ ഭൂമിയെയും പ്രകൃതിയെയും കൂടുതൽ മനോഹരമാക്കി വരും തലമുറകളിലേക്ക് പകരുവാനും ഉള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് NRST, നാച്ചുറൽ റിസോഴ്സ് സേവിങ് ടെക്നോളജി എന്നൊരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ എനിക്ക് പ്രചോദനമായത്. NRST എന്നാൽ ഞാൻ കാണുമ്പോൾ, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ച് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല സംരംഭങ്ങളായി അതിനെ ഞാൻ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഒട്ടനവധി യാത്രകൾ നടത്തേണ്ടി വന്നു. ഇപ്പം മാർബിളുകളും അതൊക്കെ കുഴിച്ചെടുക്കുന്ന ബാംഗ്ലൂരും രാജസ്ഥാനിലുമൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. പാതാളം പോലെ കുഴിച്ച് ഇതെല്ലാം ഖനനം ചെയ്തെടുക്കുമ്പോൾ ഭൂമിയുടെ ആ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കുകയും വരും തലമുറകളുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ വന്നപ്പോൾ പല സംരംഭങ്ങളും ഞാൻ ഉപേക്ഷിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, വരും തലമുറകളിലേക്ക് ശരിയായൊരു ദിശാബോധവും അവരിലേക്ക് ഈ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയും നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണ മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ചൂഷണം കൂടുതലായി നടക്കുന്ന ആ മേഖലയിൽ പുതിയ കണ്ടെത്തലുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അതാണ് നാച്ചുറൽ റിസോഴ്സ് സേവിങ് ടെക്നോളജി. ഇന്ന് നടക്കുന്ന നിർമ്മാണ മേഖലയിൽ 60% മേൽ മെറ്റീരിയൽസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഞാൻ വികസിപ്പിച്ചെടുക്കുന്നു.
അത് വളരെ വേഗതയാർന്ന ഒരു നിർമ്മാണ മേഖലയാണ്. നമുക്ക് ഏത് കാര്യവും, വീടുകളായാലും വലിയ നിർമ്മാണ ഫാക്ടറികളോ വലിയ പൊതു പാലങ്ങളോ ഗതാഗത സംവിധാനങ്ങളോ എന്തു തന്നെയായാലും അതെല്ലാം നമുക്ക് ഫാക്ടറിയിൽ നിർമ്മിച്ച് വേഗത്തിൽ സെറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കത്തക്ക വിധത്തിൽ ഉള്ളൊരു ടെക്നോളജിയാണ്. അത് പ്രകൃതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതെൻ്റെ അനവധി കാലത്തെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷവും ആനന്ദവും പകരുന്ന രീതിയിൽ നമ്മുടെ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ഈ L3 കോഴ്സ് ഞാൻ വിഭാവന ചെയ്തിരിക്കുന്നത്. അവിടെ സമ്പത്ത് വലിയൊരു മുന്നേറ്റത്തിന് കളമൊരുക്കുകയാണ്. സമ്പത്തെന്നത് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ നാം കരുപ്പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നാം പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമായി അവിടെ മാറുകയാണ്. നാം എന്തിനാണോ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ ഏറ്റവും പ്രയോറിറ്റി നൽകുന്നത്, അപ്പോൾ ആ പ്രയോറിറ്റി നൽകുന്ന വസ്തുക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു L3 കോഴ്സിലേക്ക് വരുമ്പോൾ സമ്പത്തും അത് സൃഷ്ടിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അത് നിലനിർത്തേണ്ടതിൻ്റെയും അതിനെ എക്കാലത്തേക്കുമായി സൃഷ്ടിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യകതയും അതിൻ്റെ ആ ചക്രത്തെ എത്രയും വേഗത്തിലാക്കേണ്ടതിൻ്റെയൊക്കെ അനിവാര്യത അവിടെയാണ് വരുന്നത്. ഇതിനെ ശരിയായ രീതിയിൽ ഈ പണത്തിൻ്റെ ഒരു ചക്രത്തെ, ഒരു കറക്കത്തെ, അതിൻ്റെ വേഗത കൂട്ടുന്നതിന് വേണ്ടി ഏകദേശം 21 വർഷത്തോളം ഉള്ള റിസർച്ചിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സാങ്കേതിക സംവിധാനമാണ് MRT, മണി റൊട്ടേഷൻ ടെക്നോളജി, റൊട്ടേറ്റിംഗ് ടെക്നോളജി. അപ്പോൾ ഈ പണത്തിൻ്റെ കറക്കത്തെ നമ്മളൊരു മാസം ഒരു യൂണിറ്റ് പണത്തെ അതിൻ്റെ റൊട്ടേഷൻ എത്രയോ വേഗത്തിലാക്കാം, അത്രയും മാക്സിമം അതിൻ്റെ ചക്രത്തെ, കറക്കത്തെ കൂട്ടിയെടുക്കുക, അതിനെ ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് ആ ടെക്നോളജിയുടെ ഒരു ദൗത്യം. അതിനെ അനായാസമായി സാധിക്കത്തക്ക വിധത്തിൽ അതിനൊരു ഫ്ലൈവീൽ സിസ്റ്റത്തിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരുവാനും അത് ഫ്യൂച്ചറിൽ വലിയ അത്ഭുതകരമായ സാമ്പത്തിക പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഓരോ നാണയത്തുട്ടുകളും വലിയ സമ്പത്തുകളായി നമുക്ക് പരിണമിച്ചു വരുന്ന ഒരു സംവിധാനമാണത്. ആ ടെക്നോളജി പണ്ടെങ്ങോ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ. ഞാനത് എവിടെയോ വായിച്ച ഒരു സംഭവമാണ്. അതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ എനിക്ക് വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ജനറേഷൻസ് സാമ്പത്തിക അരാജകത്വത്തിൻ്റെ, ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഒരു വേലിക്കെട്ട് ഉണ്ടാവില്ല. അവർക്ക് സമ്പത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെയൊക്കെ എല്ലാ വഴികളും നാം ഇവിടെ തുറന്നിടുകയാണ്. എംപവർടെക് സൊല്യൂഷൻ നമ്മളെ എല്ലാ തരത്തിലും എംപവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്ന വലിയൊരു സാധ്യതയാണ് ഞാനിവിടെ വിഭാവന ചെയ്തിരിക്കുന്നത്. മനസ്സിൻ്റെ ഭാവതലങ്ങളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവിടെ നമുക്കെന്താണോ വേണ്ടത് അത് നാം ആവശ്യപ്പെടുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടി അങ്ങനെയാണ്. അപ്പോൾ സൃഷ്ടിയിൽ നാം ഒരു കാര്യം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നാം ആവശ്യപ്പെടുമ്പോഴാണ് നമ്മുടെ വിൽ പവർ വളരുന്നത്. എന്തിനും നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിലേ അതിനെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിൽ പവറിനെ വികസിപ്പിച്ചു കൊണ്ടുവരുവാനും അതിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ദൗത്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ വിൽ പവർ നാം ആവശ്യപ്പെടുക തന്നെ ചെയ്യണം. അതെന്തും എനിക്കത് വേണം എന്നുള്ള ഒരു വിൽ അതുണ്ടാകുമ്പോഴാണ് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഷണറി ആൻ്റർപ്രണേഴ്സിനെയാണ് ഞാൻ
ഈ ലെവൽ 3 കോഴ്സിലൂടെ കരുപ്പിടിപ്പിച്ചെടുക്കുന്നത്. ഇവിടെ പ്രത്യേകമായ ഒരു കരിക്കുലമല്ല. ഇവിടെ മനുഷ്യൻ്റെ ഭാവനാശക്തി അടിസ്ഥാനമാക്കി അവനവൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുന്നു, അവൻ്റെ ഭാവനാശക്തിയെ ഉണർത്തിവിടുന്നു, അവൻ്റെ ലിമിറ്റുകളെല്ലാം പൊട്ടിച്ചു കളയുന്ന, അവൻ്റെ മുന്നേറ്റത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കൊണ്ട് അവന് ചരിത്രപരമായൊരു മുന്നേറ്റം നടത്തുവാനുള്ള ഒരു വേദിയൊരുക്കലാണ് ഈ L3 കോഴ്സ് ഇവിടെ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ലൈഫ് പർപ്പസിലേക്ക് എത്തിച്ചേരാൻ ഓരോ വ്യക്തികളെയും പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഓരോ തലങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും അവന് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല വാഹനം, അങ്ങനെ അവൻ്റെ ജീവിത മുന്നേറ്റത്തിന് വേണ്ടതെല്ലാം അബ്സല്യൂട്ട്ലി സൗജന്യമായി നൽകാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെയാണ് എനിക്കിത് സാധിക്കുന്നത്? അതാണ് എൻ്റെ ഭാവനയുടെ ചിറകിൽ ഞാൻ വിരിയിച്ചെടുത്ത ആ സ്കില്ലാണ്. ഭാവന നമുക്കുണ്ടെങ്കിൽ നമുക്കെന്ത് സാധ്യമാണ്? നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ഭാവനകളെ ചിറക് വിരിച്ചാൽ അത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർത്തിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ശാസ്ത്രീയമായിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്കതെല്ലാം വളരെ അനായാസമായിട്ട് ഈ കോഴ്സിലൂടെ പഠിക്കാം. നമുക്കൊരുമിച്ച് മുന്നേറാം. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും ഓരോ വ്യക്തികളുടെയും ജീവിത ദൗത്യം പൂർത്തീകരിച്ചെടുക്കുന്നതിനും വേണ്ടി നമുക്ക് ഈ കോഴ്സിനെ പ്രയോജനപ്പെടുത്തിയെടുക്കാം. ജീവിതം നാം ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ മറ്റാരുടെയും നിയന്ത്രണത്തിലല്ല. നമ്മൾ ഒഴുക്കിൽപ്പെട്ട ഇല പോലെ അങ്ങ് ഒഴുകിപ്പോവുകയല്ല. നാം നമ്മുടെ ലക്ഷ്യങ്ങളെ നിശ്ചയിക്കുകയും നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത് ആ ലക്ഷ്യങ്ങളിലേക്കുള്ളൊരു മുന്നേറ്റമാണ്. ഇവിടെ ഈ നമ്മുടെ ഓരോ പ്രയത്നവും ഓരോ ആക്ഷനുകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ യഥാർത്ഥമായ ദൗത്യത്തിലേക്കായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൻ്റെ ഉദ്ദേശം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യൻ മറ്റാർക്കും മറ്റൊരു ജീവജാലങ്ങൾക്കും ഇല്ലാത്ത ഈ സവിശേഷ ഗുണവിശേഷങ്ങൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടാവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അപ്പം നമുക്ക് തീർച്ചയായും നമുക്കൊരു ദൗത്യമുണ്ട്. ഇന്നുവരെയും വന്നിട്ടുള്ളവർക്ക് ആ ദൗത്യത്തിലേക്കും ആ ലക്ഷ്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടില്ല. അഥവാ സാധിച്ചവർക്ക് തന്നെ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സുവർണ കാലഘട്ടം, നമ്മുടെ കാലത്തിൻ്റെ പ്രത്യേകതയും എല്ലാം കൊണ്ടും നമുക്ക് ശരിയായ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തുവാനും പുരോഗതിയുടെ പടവുകൾ താണ്ടുവാനും കിട്ടിയ ഈ അവസരം എല്ലാവരുടെയും ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ഒരു പൊതു പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വിഭാവനം ചെയ്തിട്ടുള്ള ഈ കോഴ്സ് നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടി എത്തിച്ചേർക്കുന്നതാണ്. സമ്പത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, സ്വാതന്ത്ര്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും അനിവാര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ ചലനങ്ങളെയും അനുഭവം ചെയ്ത് ആസ്വദിച്ച് ജീവിതത്തിനെ ആനന്ദകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഈ കോഴ്സ് വളരെയധികം പ്രയോജനപ്പെടും. അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന അറിവുകളെ, ഇൻഫർമേഷനുകളെ അതിനെ അറിവാക്കി അതിനെ ശരിയായ രീതിയിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് അതിനെ ഒരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും. നമ്മുടെ ജീവിതം ശരിയായ ദിശാബോധത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജ്ഞാനം വേണം. അതിന് നമുക്ക് അനുഭവമുള്ള ഒരു മെൻ്ററോ
ഒരു അനിവാര്യമാണ്. അവിടെ നമുക്ക് ആ കൃത്യമായ മാർഗനിർദ്ദേശം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൽ ഒരു മെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു കോച്ചസിൻ്റെ ഒക്കെ അനിവാര്യത അവിടെ അത്ര പ്രസക്തമാണ്. അങ്ങനെ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ കൃത്യമായ പരിശീലനങ്ങളിലൂടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ മുന്നേറുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ സുഗമമാകും. നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനും സ്വാതന്ത്ര്യം ഇല്ലാതെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുമുള്ള നമ്മുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ഒരു അവസരമായി നിങ്ങൾക്ക് ഈ കോഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിലൂടെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം സഹകരിച്ച് പരസ്പരം കൈകോർത്ത് മുന്നേറുന്ന ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലേക്കും അതിലൂടെ ഈ കോഴ്സിൻ്റെ ഓരോ പടവുകളും ചവിട്ടി മുന്നേറുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിർമ്മല രാജു.